പവർ കേബിൾ കുത്തി കഴിഞ്ഞാൽ കുറേ ഒക്കെ അയച്ചു കൊടുക്കാനുണ്ട്. അതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണ് ആദ്യം നമ്മൾ ബോക്സിൽ കൊടുക്കുക, പവർ കേബിൾ എടുക്കുക, എന്നിട്ട് ഒരു HDMI കേബിൾ അതിൻ്റെ കൂടെ ഉള്ളത് TV ആയിട്ട് കണക്ട് ചെയ്യുക, ഒരു ഭാഗത്ത് കൊടുക്കുക. TVൻ്റെ റിമോട്ട് എത്ര TV നിങ്ങൾ പിന്നെ HDMI സെലക്ട് ചെയ്ത് കൊടുക്കുക. സോഴ്സ് HDMI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തമാമിൻ്റെ ഇത് വരും. ഓക്കെ, ഇത് നമ്മൾ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് അയക്കും റിമോട്ട്. ഓക്കെ, വോളിയം ഓക്കെ ബട്ടൺ, വോളിയം മൈനസ്, അതോ ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്നതാണ്. ബ്ലൂടൂത്ത് ബട്ടൺ അവിടെ സ്കാനിങ് എന്നുള്ളടത്ത് കണക്ട് ചെയ്ത് നമുക്ക് സെറ്റായിക്കോട്ടെ. കണക്റ്റായി കഴിഞ്ഞാൽ നമ്മളെ പിക്കപ്പ് ആയാലും ഇതിൽ ആപ്സ് ഉണ്ടാവും. ആപ്സിൽ പറയാൻ വന്നിട്ട് അതിനിപ്പോൾ മാറ്റേണ്ട ആവശ്യമുണ്ടോ? തമാമെടുത്ത് എന്നിട്ട് നിങ്ങൾ വൈഫൈ എടുക്കുക. വൈഫൈ ആണ് ചെയ്തത്. എത്ര പേര്? മാമ 8280 പാസ്വേഡ് അടിക്കുക. 8280 നമ്മളെ പഴയ റൂമിൽ വൈഫൈ ആണ്. എന്താ 60 F7. വൈഫൈ ആണ് അതിൻ്റെ റേറ്റാണ് ലാപ്പിൽ. വൈഫൈ കണക്റ്റഡ്. ഇനി ഹോം സ്ക്രീനിലേക്ക് പോവാം. ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് നമ്മളെ തമാം OTT എന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവേഷൻ കോഡ് അടിക്കാനുണ്ടാവും. അത് നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ അടിച്ചിട്ട് അയക്കുക. എന്നാലും പിന്നെ നിങ്ങൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആവും. ലോഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവുക, ഇൻ്റർഫേസ് വരിക. അതിൽ ലൈവ്, മൂവീസ്, സീരീസ്, ട്രെൻഡ്, സെറ്റിങ്സ് ഒന്നുണ്ടാവും. അതിൽ ലൈവിലാണ് ചാനൽസ് ഉണ്ടാവും. ലൈവ് എടുത്തിട്ട് നമുക്കൊരു ഈ സമയത്ത് ലോഡിങ് നടക്കും. അതിൻ്റെ ലൈവിലൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു അറബിക് ചാനൽ വരും. അറബിക് ചാനൽ പ്ലേ ആകുന്ന സമയം വരെ നിങ്ങളൊന്നും റിമോട്ടിൽ പ്രസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇത് പ്ലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൻ്റെ ലിസ്റ്റ് വരും. അതിലൊരു നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ ഒരു 85 മലയാളം ഉണ്ടാവും. 85 മലയാളം എടുത്ത് മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ചാനൽസ് ഇവിടെ വരും. ജസ്റ്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മളൊരു ചാനൽ എടുക്കുമ്പോൾ ആ ചാനൽ പ്ലേ ആയിട്ട് മാത്രം എടുത്താൽ ചാനൽ പ്ലേ ആക്കും. ഒരു ചാനൽ നമ്മളിപ്പോൾ ഇരുന്ന് ഈ മുന്നിലത്തെ ബട്ടൺ നമ്മൾ ഒരു 5-6 ചാനൽ അപ്പുറം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറപ്റ്റഡ് ആവും. ഓക്കെ, നല്ല വൈഫൈ ആണെങ്കിൽ പ്ലേ ആവും, ഇല്ലെങ്കിൽ ചിലപ്പം കറപ്റ്റഡ് ആവും. കാൺ പ്ലേ റീട്രൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു എറർ കാണിക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ വലത്ത് ഭാഗത്ത് റീഫ്രഷ് ബട്ടൺ ഉണ്ട്, അവിടെ കൊണ്ടുപോകുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡാവും. ലോഡായി കഴിഞ്ഞാൽ അത് വർക്കാവും. അതെന്തെങ്കിലും ഓവർലോഡ് കൊടുക്കുമ്പോഴാണ് കറക്റ്റഡ് ആകുക. ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആവും കേട്ടോ.